വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ ഷവർമയാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം കുബൂസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായി 1/2 കപ്പ് ചൂടുവെള്ളം, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെക്കുക. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പും ഫെർമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. മാവ് കുഴച്ചെടുക്കുന്ന നേരത്ത് കയ്യിൽ നന്നായി ഒട്ടിപ്പിടിക്കും. അപ്പം അതൊന്നും കാര്യമാക്കണ്ട. ഒരു 10 മിനിറ്റെങ്കിലും നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇപ്പം നമ്മൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ ഒന്ന് പ്രൂഫിങ്ങിന് വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി 100 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ തൈരും കുറച്ച് ലെമൺ ജ്യൂസ് കൂടി പിഴിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ മസാല നല്ലതുപോലെ പിടിക്കുന്നത് വരെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെയായി ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഓവനോ എയർ ഫ്രയറോ ഉണ്ടെങ്കിൽ അതിലൊന്ന് വെച്ച് ഗ്രിൽ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചേക്കുന്നത് കൊണ്ട് നമ്മളുടെ ചിക്കനിൽ നിന്ന് നന്നായി വെള്ളം റിലീസാവും. അപ്പോൾ അതൊന്ന് വറ്റിച്ച് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് തയ്യാറാക്കി എടുക്കാം. അതിനായി നമ്മളുടെ മാവ് നന്നായി പ്രൂഫിംഗ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ഉരുളകളായി പിടിച്ച് ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം സൈസ് അനുസരിച്ച് പരത്തിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന കുബൂസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ചുട്ടെടുക്കണ നേരത്ത് നമ്മളുടെ മാവ് നന്നായി പൊങ്ങി ചെറിയ ഗോൾഡൻ കളറൊക്കെ വരുമ്പോൾ നമ്മളുടെ കുബൂസ് റെഡിയായി വന്നിട്ടുണ്ടാവും. ഇനി ഒരു പ്ലേറ്റിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 2 നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് ഫൈൻ ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബൗളിൽ 1/2 കപ്പ് ചെറുതായി കട്ട് ചെയ്ത ക്യാബേജ്, 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് തക്കാളിയും ഓൾറെഡി ഫൈൻ ചോപ്പ് ചെയ്ത ചിക്കനും ചേർത്ത് ആവശ്യത്തിന് തന്തൂരി മയോണൈസും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുബൂസും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തന്തൂരി മയോണൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കുബൂസ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചൊന്ന് ഇത് കവർ ചെയ്തെടുത്താൽ നല്ല അടിപൊളി രുചിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ ഷവർമ റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.